Good morning to all. Previous class we discussed about what is building and allotment of shares. Today we discussed about the after portion of the allotment of shares, that is procedure of allotment of shares. What are the procedure to follow at the time of allotment of shares? The procedure, first one is preparation of application list. That means to prepare the application list. It contain all the details regarding the shares, their numbers and their rights. The allotment of shares can be, or procedure regarding allotment of shares can be classified into two types, mainly the general principles regarding allotment and statutory restrictions on allotment. First we move on the general principle regarding the allotment. With regard of the allotment of shares, the following general principles should be observed in addition of the previous of Companies Act. The general principle can be classified into five categories. The first one is allotment by proper authority. Allotted by proper authorities means the allotment should be made by proper authority, that is the board of directors of the company or committee authorized to allot a shares in behalf of the board. An allotment is made without proper authority will be invalid. Allotment by proper authority means allotment of authority. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കണം അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഓതറൈസ് ചെയ്യേണ്ടത്. ബിഹാഫ് ഓഫ് ബോർഡിന് പകരം ബിഹാഫായിട്ട് അല്ലെങ്കിൽ ബോർഡിൻ്റെ ബിഹാഫായിട്ട് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ഓതറൈസ് ചെയ്യേണ്ടത്. അലോട്ടഡ് ബൈ പ്രോപ്പർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എപ്പോഴും ഒരു പ്രോപ്പർ അതോറിറ്റി ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് അങ്ങനെ ഒരു പ്രോപ്പർ അതോറിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ആ അലോട്ട്മെൻറ്റ് എങ്ങനെയായിട്ടാണ് കൺസിഡർ ചെയ്യുക? ഇൻവാലിഡ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. സെക്കൻഡ് കാറ്റഗറിയാണ് അലോട്ട്മെൻറ്റ് എഗെയിൻസ്റ്റ് അപ്ലിക്കേഷൻ ഓൺലി. അലോട്ട്മെൻറ്റ് എഗെയിൻസ്റ്റ് അപ്ലിക്കേഷൻ ഓൺലി മീൻസ് no valid allotment cannot be made in a oral request. The section 2 subsection 5 provides that for becoming a member, a person should be agreed in writing. Thus, no allotment can be made without any written application or allotment. That means no valid allotment can be made an oral request. അതായത് നമ്മൾ അലോട്ട്മെൻറ്റ് ഒരിക്കലും ഓറലി ആയിരിക്കരുത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും അതൊരു റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കണം അലോട്ട്മെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അതാണ് പറയുന്നത്. ഓറലി നമ്മൾ അലോട്ട്മെൻറ്റ് മെയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയിരിക്കും. നമ്മൾ എല്ലാ അലോട്ട്മെൻറ്റും സെക്ഷൻ 2 സബ്സെക്ഷൻ 15 പ്രകാരം അലോട്ട്മെൻറ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ പേഴ്സൺ ഷുഡ് ബി എഗ്രി ഇൻ റൈറ്റിംഗ്. അതായത് റൈറ്റിംഗ് വഴി നമ്മൾ എഴുതി തയ്യാറാക്കിയാൽ മാത്രമേ നമ്മുടെ അലോട്ട്മെൻറ്റ് വാലിഡ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്. ദസ് എ നോൺ അലോട്ട്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്തൗട്ട് എ റിട്ടേൺ അപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെൻറ്റ്. അതായത് റിട്ടേൺ അഗ്രിമെൻ്റ് ഇല്ലാണ്ട് നമുക്ക് അലോട്ട്മെൻറ്റ് നടത്താനായിട്ട് പറ്റില്ല. തേർഡ് കാറ്റഗറിയിൽ വരുന്നതാണ് റീസണബിൾ ടൈം. റീസണബിൾ ടൈം മീൻസ് ദ അലോട്ട്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ പീരീഡ് ഓഫ് ടൈം, അതർവൈസ് ദ അപ്ലിക്കേഷൻ ഈസ് ലാപ്സസ്. ദാറ്റ് മീൻസ് എന്താണ്? അലോട്ട്മെൻറ്റ് മെയ്ഡ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രോപ്പർ അല്ലെങ്കിൽ റീസണബിൾ ടൈം പീരീഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ എന്തായിരിക്കും? ലാപ്സസ് ആയി പോവും അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ട് പോവും. Reasonable time is a question of facts depending on the circumstances of in case. With regarding the reasonable time, section 60 of the Contract Act becomes valuable or applicable. In case of reasonable ടൈമിനെ കുറിച്ച് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 6 ഓഫ് ദ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ റീസണബിൾ ടൈം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് എങ്ങനെയായി പോകും? ആ ഷെയർസ് ലാപ്സായി പോകും അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ട് പോകും. അപ്പോൾ നമ്മളെപ്പോഴും അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിൻ്റെ ടൈമിൽ ഒരു റീസണബിൾ ടൈമും കൂടി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് ആസ് പെർ ദ കോൺട്രാക്റ്റ് ആക്ട് ഫോർ എ ലീഗൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ. ദ അലോട്ട്മെൻറ്റ് ഈസ് അക്സെപ്റ്റബിൾ ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അപ്ലിക്കബിൾ. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ലീഗൽ ഓഫർ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് വെക്കുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? മസ്റ്റാണ്. ആസ് പെർ ദ കോൺട്രാക്റ്റ് ആക്ട് ലീഗൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എവറി അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിന് ഒരു ലീഗൽ ഓഫറും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. That means allotment is acceptable and to be communicated to the applicant. അതായത് അപ്ലിക്കൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടായിരിക്കണം നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ ആക്സെപ്റ്റൻസ് എടുക്കേണ്ടത്.
The last point is absolute and unconditional. The allotment must be absolute and unconditional. That means it must be made on the same terms and stated in the applications. The legal rules regarding offer and acceptance is applicable in a allotment also. That means the allotment എങ്ങനെയാണ് allotment must be absolute and unconditional in terms ആണ്. That means it must be made in same terms as stated in the application. നമ്മുടെ ആപ്ലിക്കേഷനിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന സെയിം ടേംസിലും അതേപോലെ തന്നെ സെയിം മീനിങ്സിലും ആയിരിക്കണം നമ്മുടെ അലോട്ട്മെൻറ്റ് നടത്തേണ്ടത്. ദാറ്റ് മീൻസ് ലീഗൽ റൂൾസ്, അതായത് നമ്മുടെ ഒരു അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിൻ്റെ അകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ റിഗാർഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ അപ്ലിക്കേഷൻസിൻ്റെ ആക്സെപ്റ്റൻസ് നടത്തേണ്ടത്. അപ്പോൾ അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നത് അലോട്ട്മെൻറ്റ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺകണ്ടീഷണൽ. ദാറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് ബി ഇൻ സ്റ്റേറ്റഡ് same terms stated in the application. There is a legal rule regarding the offer and the acceptance is applicable in allotment also. We discussed in the first point, that is general principles regarding allotment, that include allotted by proper authority, allotment against application only, the reasonable type, communication, and absolute and unconditional. Then we move on the second category, that is statutory restrictions on allotment. The statutory application or statutory restrictions on allotment can be classified into 6 types, that is registration of prospectus, minimum subscription, SEBI guidelines, deemed prospectus, return of allotment, and opening and closing of issues. Then we discussed about statutory discount on allotment. That means the company secretary has to see the statutory conditions regarding the allotment of shares are fulfilled before the board proceeds to allot the shares. The company secretary has to see the statutory conditions regarding the allotment of shares. അതായത് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നതിന് മുമ്പ് ബോർഡ് പ്രൊസീജിയേഴ്സ് ഫുൾഫിൽ ചെയ്യുന്നതിന് മുമ്പ് കമ്പനി സെക്രട്ടറി സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻസ് ഒക്കെ കറക്റ്റായിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ കമ്പനി സെക്രട്ടറി ക്യാൻ ചെക്ക് ദി സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻസ് റിഗാർഡിംഗ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. The statutory restrictions on allotment can be classified into several types. The first category is registration of prospectus. Registration of prospectus can be discussed in the section 26 subsection 4. A copy of prospectus signed by every person who is named therein, such as director or proposed director of the company, or by his duly authorized attorney in writing, shall be duly filed with the registrar for the registration before the date of its publication. രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ആ പ്രോസ്പെക്ടസിൽ എവരി പേഴ്സൺ, അതായത് ആ എഗ്രിമെൻറ്റിൽ, അതായത് ഡയറക്ടർ അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ഡയറക്ടർ ഓഫ് ദ കമ്പനി ഓർ അല്ലെങ്കിൽ ആരാണോ ഏർപ്പെടുത്തിയിട്ടുള്ളത് അയാൾ ആരുടെ പേരാണോ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ ആൾ ആ പ്രോസ്പെക്ടസിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആരുടെയൊക്കെ പേരാണോ രജിസ്ട്രേഷൻ്റെ ടൈമിൽ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ പേഴ്സൺസും അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ആരൊക്കെ പേരാണോ ആ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ എല്ലാ പേഴ്സൺസും രജിസ്ട്രാർക്ക് മുന്നേ ഈ രജിസ്ട്രേഷൻ നടത്തുന്നതിന് മുന്നേ ആയിട്ട് ഈ എല്ലാ പേഴ്സൺസും അത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി വരുന്നത് സെക്കൻഡ് കാറ്റഗറിയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എവരി കമ്പനി റിക്വയർസ് മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ക്യാരി ഓൺ ഇറ്റ്സ് ബിസിനസ്. The company is raised by the company is not sufficient. It is a bond to be wound up on soon after the formation. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കമ്പനി ആണെങ്കിലും ഒരു മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാരി ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ കമ്പനിക്ക് നല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ റേസ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കമ്പനിയുടെ വൗണ്ടപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനത്തെ കേസസൊക്കെ ഇങ്ങനത്തെ ഇൻസിഡൻസൊക്കെ
അവോയ്ഡ് ചെയ്യാനായിട്ട് കമ്പനി എപ്പോഴും ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കമ്പനി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം അങ്ങനത്തെ ഇൻസിഡൻസോ കാര്യങ്ങളൊക്കെ അറൈസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് അതിൽ നിന്ന് പിടിച്ചു നിൽക്കാനായിട്ട്. അപ്പോൾ അതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ പറയുന്നത്. Next we move on the third category, SEBI guidelines. SEBI guidelines means as per the SEBI guidelines, the minimum subscription to be received in a issue shall not be less than 90% of issue amount. The amount is not be receivable within 60 days from the date of closure of the issue. The company shall refund for with the subscription amount in fully without interest and with interest at the 50% per annum if not paid in with 10 days after expiry of 60 days. സെബി ഗൈഡ്ലൈൻസിൽ പറയുന്നത് സെബി ഗൈഡ്ലൈൻസ് പ്രകാരം നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇല്ലേ, ആ എമൗണ്ടിൻ്റെ 90% ബിലോ ആയിട്ടാണോ നമ്മൾക്ക് സബ്സ്ക്രിപ്ഷൻ നമ്മൾ റിസീവ് ചെയ്തതെന്ന് നോക്കാം. ഇപ്പോൾ സെബി ഗൈഡ്ലൈൻസ് പ്രകാരം നമ്മൾ ഒരു ഇഷ്യൂ എമൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾക്ക് ലെസ് ദാൻ 90% ആണോ റിസീവ് ചെയ്തിരിക്കണേന്ന് നോക്കാം. അങ്ങനെ ലെസ് ദാൻ നമുക്ക് 90% ആണ് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 60 ഡേയ്സ് വരെയാണ് നമ്മൾ മെയിൻലി നമ്മുടെ ഇഷ്യൂ നടത്തുക. 60 ഡേയ്സ് വരെ നമ്മൾ നോക്കും എത്ര എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കാം. അപ്പോൾ സെബിയുടെ ഗൈഡൻസ് പ്രകാരം നമ്മൾ 60 ഡേയ്സ് വരെ നമ്മുടെ ഇഷ്യൂ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ 90%-ൽ താഴെയാണോ നമുക്ക് എമൗണ്ട് കിട്ടണമെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് നമുക്ക് 90%-ൽ താഴെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റീഫണ്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ റീഫണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 15% ഇൻട്രസ്റ്റ് ആണ് പെർ ആനം വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് 10 ഡേയ്സ്, അതായത് നമ്മൾ 16 ഡേയ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, 16 ഡേയ്സ് പ്ലസ് 10 ഡേയ്സും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ടും വരില്ല. ഇതാണ് സെബി ഗൈഡ്ലൈൻസ്. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് വരുന്നതാണ് ഡീംഡ് പ്രോസ്പെക്ടസ്. ഡീംഡ് പ്രോസ്പെക്ടസ് മീൻസ് where a company allot or agree allot any securities of the company with a view to all and every those securities being offered for sale the public. Any documents which is offered for sale is public is made shall or all purposes to be deemed to prospect issued by the company. ഇതിനകത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി അലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഷെയർസ് എഗ്രി ചെയ്യാണ്, ഞങ്ങളുടെ ഷെയർസ് അലോട്ട് ചെയ്യാൻ എഗ്രി ചെയ്യുക, അതേപോലെ തന്നെ ഓഫർ ഫോർ സെയിലിന് വയ്ക്കുക, അതായത് പബ്ലിക്കിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓഫറിൽ വയ്ക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോസ്പെക്ടസിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ പബ്ലിക്കിനെ നമ്മുടെ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മുടെ അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ കമ്പനീസാണ് ഓഫർ മെയ്ഡ് ചെയ്യുന്നത്. അത് നമ്മുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ്. റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ഈസ് explained in section 39 subsection 4. As and when the allotment of securities are made, a return of allotment should be filed with the registrar within 30 days of the prescribed fee. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ മെയ്ഡ് ചെയ്തു, അതിനുശേഷം നമ്മുടെ അലോട്ട്മെൻറ്റൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എത്ര എമൗണ്ട് ഓഫ് അലോട്ട്മെൻറ്റ്സ് ആണ് കിട്ടിയത് ആ ഡീറ്റെയിൽസ് നമ്മൾ രജിസ്ട്രാർക്ക് മുന്നേ 13 ഡേയ്സ് പ്രിസ്ക്രൈബ്ഡ് ഫീയോട് കൂടി നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മൾ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റ് മെയ്ഡ് ചെയ്തു, അലോട്ട്മെൻറ്റ് മെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രത്തോളം എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടി, നമ്മൾ അലോട്ട്മെൻറ്റ് വെച്ചിട്ട് എത്രത്തോളം നമുക്ക് അതിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ 13 ഡേയ്സ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീയോട് കൂടി രജിസ്ട്രാർക്ക് മുന്നേ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഇഷ്യൂ. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഇഷ്യൂവിൽ പറയുന്നത് the date opening and closing of the issue are stated in the prospectus of the company. അതായത് നമ്മുടെ പ്രോസ്പെക്ടസ് ഓഫ് ദ കമ്പനിയിൽ നമ്മൾ എന്താണ് ഇങ്ങനെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഓപ്പൺ ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ കമ്പനി ആർ റിക്വയർഡ് ടു ഫോളോ ദ ഡേറ്റ്സ് ഓഫ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ഇഷ്യൂ ആൻഡ് ഡിക്ലറേഷൻ അബൌട്ട് ദ ഇഷ്യൂ ഓഫ് അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ് ആർ റീഫണ്ടഡ് വിത്ത് ദ പ്രിസ്ക്രൈബ്ഡ് ടൈം.
അതായത് കമ്പനി ഒരു പ്രിസ്ക്രൈബ്ഡ് ഡേറ്റിൽ, ആ ഡേറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങുമായിട്ടുള്ള ഡേറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡേറ്റിൽ ഫയലും ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിൻ്റെ ഡിക്ലറേഷനും കൂടി ഇതോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ ഡിക്ലറേഷൻ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഇഷ്യൂവിൽ ഇതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അതിനകത്ത് 2 പ്രൊസീജിയേഴ്സാണ് വരുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് റിഗാർഡിംഗ് അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസ് ഓൺ അലോട്ട്മെൻറ്റും. അതിനകത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് കാറ്റഗറിയായ സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസ് ആണ്. അതിൻ്റെ അകത്ത് വരുന്ന പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ്, മിനിമം സബ്സ്ക്രിപ്ഷൻ, സെബി ഗൈഡ് ലൈൻസ്, ഡീംഡ് പ്രോസ്പെക്ടസ്, റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ഇഷ്യൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിൽ വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ്. ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ irregular allotment of shares made by the contravention of the provisions of the Company Act discussed, then the allotment is termed as irregular. Thus the allotment is considered as irregular in following cases. അപ്പോൾ ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന അലോട്ട്മെൻറ്റിനെയാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, എന്തൊരു കാര്യം കമ്പനിയെ സംബന്ധിക്കുന്ന എന്തൊരു കാര്യവും പ്രോസ്പെക്ടസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വിത്തൗട്ട് പ്രോസ്പെക്ടസ്, നമ്മൾ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അലോട്ട്മെൻറ്റിൽ വരുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ, അതായത് വയലേഷൻ ഓഫ് ലോക്ക് അനുസരിച്ച് നമ്മൾ നടത്തുന്ന അലോട്ട്മെൻറ്റിനെ പറയുന്നതാണ് ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്ന്. അപ്പോൾ ഇറഗുലർ അലോട്ട്മെൻറ്റ്, അതായത് നമ്മുടെ അലോട്ട്മെൻറ്റ് നമ്മൾ ഇറഗുലർ അലോട്ട്മെൻറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫോളോയിങ് കേസസിലാണ്. അപ്പോൾ അത് ഏതൊക്കെ കേസസാണെന്ന് മിസ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. Where a company does not issue a prospectus in a public issue as required by the Companies Act. അതായത് നമ്മൾ കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ്. ആ പ്രോസ്പെക്ടസിൽ ഇഷ്യൂ ചെയ്യാണ്ട്, ഈ പ്രോസ്പെക്ടസിൽ മെയ്ഡ് ചെയ്യാത്ത എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ നടത്തുകയാണെങ്കിൽ അതാണ് ഫസ്റ്റ് ഇറഗുലർ അലോട്ട്മെൻറ്റിൽ വരുന്നത്. സെക്കൻഡ് കാറ്റഗറിയാണ് വേർ ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ്. അതായത് നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, അത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. തേർഡ് കാറ്റഗറി വരുന്നതാണ് where a copy of the prospectus has not been filed with the registrar. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രോസ്പെക്ടസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്, അത് രജിസ്ട്രാർ മുന്നിൽ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പറയുന്നത്, നമ്മുടെ പ്രോസ്പെക്ടസിൻ്റെ കോപ്പി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് വേർ ദ പ്രോസ്പെക്ടസ് ആർ ഇഷ്യൂഡ് ഇൻ ദ കോൺട്രവെൻഷൻ ഓഫ് പ്രോസ്പെക്ടസ് ഓഫ് സെക്ഷൻ 26. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ആ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും കോൺട്രവെൻഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കോൺട്രവെൻഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇറഗുലർ അലോട്ട്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് മെൻഷൻ ഇൻ ദ പ്രോസ്പെക്ടസ് ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് ആസ് സ്പെഷ്യൽ സെക്ഷൻ ഇൻ സ്പെസിഫൈഡ് സെക്ഷൻ ഇൻ സെക്ഷൻ 39. അതായത് നമ്മൾ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മൾ ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ കേസസിൽ നമ്മളത് ഇറഗുലർ അലോട്ട്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മിനിമം ഓഫ് 5% ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് ബൈ വേ ഓഫ് ദ അപ്ലിക്കേഷൻ മണി. അതായത് നമ്മുടെ നോമിനൽ ഷെയർസ് വാല്യൂ 5% എങ്കിലും നമ്മൾക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്ത കേസസിൽ, നമ്മുടെ അപ്ലിക്കേഷൻ മണി നമുക്ക് ലെസ് ദാൻ 5% ആണ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ് ഇറഗുലർ അലോട്ട്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് വേർ ദ അപ്ലിക്കേഷൻ മണി ഹാസ് നോട്ട് ബീൻ കെപ്റ്റ് ബൈ ദ ഷെഡ്യൂൾഡ് ബാങ്ക്. അതായത് നമുക്ക് അപ്ലിക്കേഷൻ മണി നമ്മൾ കെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾഡ് ബാങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ, അപ്ലിക്കേഷൻ മണി ഈസ് കെപ്റ്റ് നോട്ട് ബി ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക്, ആ കേസസിലും അതൊരു റെഗുലർ അലോട്ട്മെൻറ്റ്. ലാസ്റ്റ് കണ്ടീഷൻ വരുന്നതാണ് കണ്ടീഷൻ ആസ് ടു ലിസ്റ്റിംഗ് ഷെയർസ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് നോട്ട് ഒബ്സർവ്ഡ്. അതായത് നമ്മൾ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെല്ലാം നമ്മുടെ കണ്ടീഷൻസ് ലിസ്റ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതും ഒരു ഇറഗുലർ അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് റെഗുലർ അലോട്ട്മെൻറ്റ്?
നമ്മുടെ പ്രോസ്പെക്ടസിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇറഗുലർ അലോട്ട്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആണ് അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ റൈറ്റിംഗ് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻറ്റു ബിഫോർ ദ ഷെയർസ് ആർ ബോട്ട് ബൈ ദ പബ്ലിക് ദാറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് പബ്ലിക് നോട്ട് ടേക്കിംഗ് അപ്പ് ദ ഹോൾ ഓഫ് ദ അണ്ടർ റൈറ്റിംഗ് will take an allotment of such part of the shares and public has not been applied for it. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഗ്രിമെൻറ്റിന് എൻട്രി ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഷെയർസ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ബോട്ട് ചെയ്യില്ലേ, ആ ടൈമിൽ പബ്ലിക്, അതായത് അണ്ടർ റൈറ്റർ അത് മുഴുവനായിട്ട് ടേക്കപ്പ് ചെയ്യില്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നതാണ് അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു 5000 ഷെയർസ് നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തു. പക്ഷേ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന എല്ലാ ഷെയർസും ചിലപ്പോൾ പബ്ലിക്ക് ആക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. ഇപ്പോൾ ചിലപ്പോൾ ഒരു 4000 ഷെയർസ് ആയിരിക്കും പബ്ലിക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കി വരുന്ന ഒരു 1000 ഷെയർസ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ അകത്തൊരു അണ്ടർ റൈറ്റർ എന്ന് പറഞ്ഞൊരു പേഴ്സണും കൂടി ഇതിൻ്റെ അകത്തേക്ക് വരും. ആ പേഴ്സൺ ഈ ബാക്കി വരുന്ന ഷെയർസ് അവർ കെപ്റ്റ് ചെയ്യും. അവർ പറയും ഞങ്ങൾ ബാക്കിയുള്ള ഷെയർസ് ഞങ്ങൾ സെയിൽ ചെയ്തോളാം എന്നും പറഞ്ഞ് ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പ് വരുത്തും. അതിന് പറയുന്നതാണ് അണ്ടർ റൈറ്റിംഗ്. അപ്പോൾ ഈ അണ്ടർ റൈറ്റേഴ്സ് ഈ ബാക്കി ബാലൻസ് ഉള്ള ഷെയർസ് അവർ എടുക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഇത് അവർ എടുത്തു കഴിഞ്ഞിട്ട് അത് അവർ പബ്ലിക്കിലേക്ക് വീണ്ടും ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവർക്കൊരു നിശ്ചിത എമൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് റേറ്റിനെ പറയുന്നതാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അപ്പോൾ അണ്ടർ റൈറ്റേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റിനെ പറയുന്നതാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അപ്പോൾ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്ത എല്ലാ ഷെയർസും പബ്ലിക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസിൽ ബാക്കിയുള്ള അതായത് ബാലൻസ് വരുന്ന ഷെയർസ് ഒരു അണ്ടർ റൈറ്റേഴ്സ് ടേക്കൺ അപ്പ് ചെയ്തിട്ട് ആ ഷെയർസ് അവർ സെയിൽ ചെയ്യും. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിനെ പറയുന്നതാണ് അണ്ടർ റൈറ്റർ കമ്മീഷൻ. ഇങ്ങനെ ഈ സിറ്റുവേഷനിൽ അണ്ടർ റൈറ്റേഴ്സും അതേപോലെ തന്നെ കമ്പനിയും തമ്മിലൊരു എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അതിനെ പറയുന്നതാണ് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ്. ദ എഗ്രിമെൻറ്റ് ഇൻക്ലൂഡ് കമ്പനി ആൻഡ് അണ്ടർ റൈറ്റേഴ്സ്, സോ ഇറ്റ് ഈസ് കോൾഡ് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ്. ഇങ്ങനെ അണ്ടർ റൈറ്റേഴ്സിൻ്റെ സിറ്റുവേഷനിൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷനിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ദ പേയ്മെൻറ്റ് ഓഫ് സച്ച് എ കമ്മീഷൻ ഷാൽ ബി ഓതറൈസ്ഡ് ഇൻ ദ കമ്പനീസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എത്രയാണ് അണ്ടർ റൈറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന പേയ്മെൻറ്റ് അല്ലെങ്കിൽ കമ്മീഷൻ എന്നുള്ളത് കറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ് പറയുന്നത് കമ്മീഷൻ മേ ബി പെയ്ഡ് ഔട്ട് ദ പ്രൊസീഡ്സ് ഓഫ് ദ ഇഷ്യൂ ഓർ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഓർ ബോത്ത്. അതായത് ഈ അവരുടെ കമ്മീഷൻസ് നമ്മൾ പേ ചെയ്ത് ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റായിട്ടോ അല്ലെങ്കിൽ ഇഷ്യൂസായിട്ടോ കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ബോത്തായിട്ട് രണ്ടും കൂടി മിക്സ്ചർ ഫോമിലാണെങ്കിലും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് പ്രോസ്പെക്ടസ് ഓഫ് ദ കമ്പനി ക്യാൻ ബി ഡിസ്ക്ലോസ്. അതായത് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് നെയിം ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. ഈ അണ്ടർ റൈറ്റേഴ്സിൻ്റെ നെയിം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ദ റേറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് കമ്മീഷൻ പേയബിൾ ടു ദ അണ്ടർ റൈറ്റേഴ്സ്. അതിൻ്റെ അകത്ത് അണ്ടർ റൈറ്റേഴ്സിൻ്റെ റേറ്റും എത്രയാണ് കമ്മീഷൻസ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പറയുന്നതാണ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് വിച്ച് ഈസ് അണ്ടർ റൈറ്റർ ഓർ സബ്സ്ക്രൈബ് ബൈ ദ അണ്ടർ റൈറ്റേഴ്സ് ഓർ അബ്സ്യൂട്ട്ലി ഓർ കണ്ടീഷണലി. അതായത് നമ്മൾ പറഞ്ഞു ബാലൻസ് ഉള്ള ഇഷ്യൂ ആണ് അവർ അണ്ടർ റൈറ്റേഴ്സ് ടേക്ക് അപ്പ് പേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എത്രയാണോ അവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ എത്രയാണ്, എത്ര എമൗണ്ട് ഉണ്ടെങ്കിലാണ് അവർ അത് ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ഇതും കൂടിയും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കോപ്പി ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ഈസ് ഡെലിവേർഡ് ടു ദ രജിസ്ട്രാർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ഓഫ് ദ പ്രോസ്പെക്ടസ് ഫോർ രജിസ്ട്രേഷൻ. ദാറ്റ് മീൻസ് എന്താണ്, നമ്മുടെ പേയ്മെൻറ്റ് അതായത് നമ്മുടെ പേയ്മെൻറ്റിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കമ്മീഷനെ സംബന്ധിക്കുന്ന കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുമെന്ന് പറയില്ല, ആ കോൺട്രാക്റ്റ് നമ്മൾ രജിസ്ട്രാർക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ടൈമിൽ രജിസ്ട്രാർ അതും കൂടി ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് അണ്ടർ റൈറ്റിങ്ങിൻ്റെ കണ്ടീഷൻസിൽ പറയുന്നത്. അപ്പോൾ അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കണ്ടീഷൻസും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടൈമാണ് ബ്രോക്കറേജ്.
നെക്സ്റ്റ് നമ്മുടെ ടേമാണ് ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കും, അതായത് പർച്ചേസറും അതേപോലെ തന്നെ സെല്ലറും തമ്മിലുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ ചെയ്യുന്ന വർക്കിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീസാണ് ബ്രോക്കറേജ്, അല്ലെങ്കിൽ അവരുടെ വർക്കിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിവാർഡാണ് ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Broker is a person connecting a purchase and a seller. The process of subscribing shares to the public company appointed brokers. Brokerage is reward for the work. അപ്പോൾ ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺ ആയിരിക്കും, പർച്ചേസറും സെല്ലറും തമ്മിലുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സണാണ് ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നതാണ് ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ബ്രോക്കറിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പേയ്മെൻറ്റാണ് അല്ലെങ്കിൽ റിവാർഡാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. It is the reward paid to the middleman who bring out the bargaining between the seller and the purchaser of a shares or debentures. അപ്പോൾ എന്നിട്ട് പറയുന്നത് it is the reward paid by the middleman who bring about the bargaining between the seller and the purchaser of shares. അതായത് എന്താണ് നമ്മുടെ പർച്ചേസ് ഓഫ് ഷെയർസിൻ്റെ ടൈമിൽ ഒരു മിഡിൽമാനായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ ബിസിനസ് ഓഫ് ബ്രോക്കറിൽ പറയുന്നത് ചാർജസ് ഓഫ് ഫീസ് അറേഞ്ച്ഡ് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. അപ്പോൾ അതാണ് ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇത്രയുമാണ്. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിൻ്റെ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ് അണ്ടർ റൈറ്റിങ്ങും അതിൻ്റെ കണ്ടീഷൻസും നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ബ്രോക്കറേജ്. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് ക്ലാസ്സിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊസീജിയറിൽ ഡീറ്റെയിൽഡ് ആയിട്ടല്ല പ്രൊസീജിയർ മിസ് കുറച്ച് പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രൊസീജിയേഴ്സിൻ്റെ ഹെഡിങ് എഴുതുക, അതേപോലെ തന്നെ എന്താണ് വാട്ട് ഈസ് അണ്ടർ റൈറ്റിംഗ് ആൻഡ് ബ്രോക്കറേജ് അതും കൂടി നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുക കേട്ടോ. 1:15 മുമ്പായിട്ട് മിസ്സിന് പേഴ്സണൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക പേഴ്സണലായിട്ട് കേട്ടോ. ശരി, താങ്ക് യു.